6th മൊഡ്യൂളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ ഷാഫ്റ്റിൻ്റെ ബേസിക് ഡിസൈൻ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. 1-2 പ്രോബ്ലംസും ചെയ്തിരുന്നു. എന്താണ് നമ്മൾ പഠിച്ചത്? ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റും അതേപോലെ ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. അത് സെയിം ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ. സോ ഫസ്റ്റ് വൺ ഒരു പ്രോബ്ലമാണ്. സോറി, ഇത് ഇത്തിരി ചെറുതാണ്, എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഷാഫ്റ്റ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 100 kW at 300 RPM. The supported length of the shaft is 3 meter. It carries 2 pulley, each weight 1500 Newton, supported at a distance of 1 meter from the end respectively. Assume the same value of stress and determine diameter of shaft. ഒരു ഷാഫ്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ സിയും ഡിയും എന്ന് പറയുന്ന 2 പോയിന്റുകളിൽ പുള്ളീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളീസ് വരുന്ന സമയത്ത് അവിടെ വെർട്ടിക്കലി ലോഡ് താഴേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് ക്യാരീസ് 2 പുള്ളീസ്, ഈച്ച് വെയിറ്റ് 1500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫ്രം എയിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടും ബിയിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടും 1500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള 2 പുള്ളീസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡയഗ്രാം, നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ സ്പേസ് ഡയഗ്രാം നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരയ്ക്കാം. ഈ രീതിയിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കിട്ടണം? നമുക്ക് ഈ പറയുന്ന ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെയോ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയോ ഇക്വേഷൻ കണ്ടുവെക്കണം. ആ ഇക്വേഷൻ്റെ അകത്ത് എമ്മും ടിയും, ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ടോർക്കിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് എത്താം. സോ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനും ടോർക്ക് കണ്ടുപിടിക്കാനും നമുക്ക് വലിയ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പവർ P is equal to 2π / 60 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്, പവറിൻ്റെ ഇക്വേഷനാണ്. അതിൻ്റെ അകത്ത് ടി മാത്രം ഒരു സൈഡിലും കിട്ടാൻ മതി. T is equal to P × 60/2πn, P × 60/2πn. ആ ഇക്വേഷനാണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ P അറിയാം, എത്രയാണ്? P തന്നിട്ടുണ്ട്, 100 watt തന്നിട്ടുണ്ട്. സോ 100 × 10⁻³ × 60/2πn, എന്നെ തന്നിട്ടുണ്ട് 300 RPM. സോ എന്ത് കിട്ടി? ടോർക്ക് കിട്ടി, ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ പറയുന്ന റിയാക്ഷൻ ഫോഴ്സസ് RAയും RBയിലുള്ള റിയാക്ഷൻ ഫോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. സോ റിയാക്ഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ദാറ്റ് മീൻസ് അപ്വേർഡ് ഏതൊക്കെയാണ്? RA + RB. RA + RB ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് 1500 + 1500, ടോട്ടൽ 3000. RA + RB ഈസ് ഈക്വൽ ടു 3000 നമുക്ക് എഴുതാം. ഇനി മൊമെൻ്റ് അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു എൻഡിൽ RA എന്ന് പറയുന്ന എൻഡിലോ RBയിലോ നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് എടുക്കാം. സോ മൊമെൻ്റ് അറ്റ് RA എടുക്കുക. മൊമെൻ്റ് അറ്റ് RA എടുക്കുമ്പോൾ എന്തായിരിക്കും? RB × ഡിസ്റ്റൻസ്. RB × എത്രയാണ് ഡിസ്റ്റൻസ്? 3. RB × 3 ഈസ് ഈക്വൽ ടു, കാരണം എന്താണ്? ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത 2 എണ്ണം ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളാണ്. ഈസ് ഈക്വൽ ടു 1500 × ആദ്യത്തത് 1500 നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 പ്ലസ് ഇനി രണ്ടാമത്തെ 1500 × ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 2. അപ്പോൾ RB × 3 ഈസ് ഈക്വൽ ടു 1500 പ്ലസ് 1500 × 2 എന്ന് പറഞ്ഞാൽ RB × 3 ഈസ് ഈക്വൽ ടു, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1500 പ്ലസ് 3000, ടോട്ടൽ 4500 എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് RB മാത്രം കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് RB മാത്രം കണ്ടുപിടിക്കാനായിട്ട് RB മാത്രം ഒരു സൈഡിലിടുക. RB ഈസ് ഈക്വൽ ടു 4500 / 3, അല്ലെങ്കിൽ RB ഈസ് ഈക്വൽ ടു 1500 എന്ന് കിട്ടും. RB 1500 കിട്ടി. RA + RB 3000 ആയിരുന്നു. സോ അതിൻ്റെ അകത്തുനിന്ന് RA എന്ത് കിട്ടി? 1500 തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ RB 1500, RA 1500. എല്ലാ പോയിന്റുകളിലും സെയിം വാല്യൂ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് എന്ന് പറയുന്നത്, ബെൻഡിങ് എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലായിരിക്കുമല്ലോ. അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡിയിലും സിയിലും ഉണ്ടല്ലോ. ആ പോയിന്റുകളിലായിരിക്കും ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഡിയിലും സിയിലും ആണെങ്കിൽ ആ ഫോഴ്സ് ഇൻറ്റു ഏറ്റവും നിയറസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണോ അതായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. M is equal to 1500 × നിയറസ്റ്റ് എൻ്റെ ഏതാ? A ആണ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് 1. 1500 × 1 ചെയ്യുമ്പോൾ 1500 കിട്ടും. അതായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സോ ടിയും കിട്ടി, എമ്മും കിട്ടി.
സോ ഈക്വലൻ്റ് ടെസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുക. ടി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. റൂട്ട് ഓഫ് ടി സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി ഇയുടെ ആൻസർ 3519 ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടി. 3519 ന്യൂട്ടൺ മീറ്റർ ടി ഇ കിട്ടിക്കഴിഞ്ഞാൽ ടി ഇക്ക് വേറൊരു ഇക്വേഷൻ കൂടെ കൊണ്ട് എന്താണ്, ടി ഇ ഈസ് ഈക്വൽ ടു π/60 ടോ ഡി ക്യൂബ്. π/60 ടോ ഡി ക്യൂബിൻ്റെ അകത്തെ ഡി ക്യൂബ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 298 × 10⁻³ എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് ഡിയും കിട്ടും. ഡി എന്തായിരിക്കും, 66.8 അല്ലെങ്കിൽ 70 എന്നുള്ളൊരു വാല്യൂ നമ്മൾ എടുക്കുന്നു. സോ അതായിരുന്നു പ്രോബ്ലം. നെക്സ്റ്റ് വൺ ഒരു ഷാഫ്റ്റിൻ്റെ തന്നെ പ്രോബ്ലം. എ ലൈൻ ഷാഫ്റ്റ് ഡ്രിവൺ ബൈ എ മോട്ടർ പ്ലേസ്ഡ് വെർട്ടിക്കലി ബിലോ ഇറ്റ്. ദ പുള്ളി ഓൺ ദ ഷാഫ്റ്റ് ഈസ് 1.5 meter and it has a belt tension 5.4 kilonewton and 1.8 kilonewton on height and slack side respectively. Both the tensions may assume to be vertical. If the pulley overhang from shaft, the distance of center line of the pulley to the shaft is 400 mm. Find the diameter of shaft if the maximum shear stress 42 MPa. ഷാഫ്റ്റിൻ്റെയും പുള്ളിയുടെയും പ്രോബ്ലം വരുമ്പം അവിടെ നമ്മുടെ എന്താണ് ഒരു ബെൽറ്റ് ഡ്രൈവിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ബെൽറ്റ് ഷാഫ്റ്റിൽ പുള്ളി വെച്ചിട്ടാണ് ഡ്രൈവെങ്കിൽ അവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബെൽറ്റിൻ്റെ രണ്ട് സൈഡ്, ടൈറ്റ് സൈഡ്, സ്ലാക്ക് സൈഡ്, ഈ രണ്ട് സൈഡിലെയും ടെൻഷൻസ് ക്വസ്റ്റിന് തരും. മാക്സിമം ടൈറ്റ് സൈഡിലെ ടെൻഷന് T1 എന്നും സ്ലാക്ക് സൈഡിലെ ടെൻഷന് T2 എന്നും നമ്മൾ പറയും. 5.4ഉം 1.8ഉം ആയിരിക്കും എന്താ ഇവിടുത്തെ ടെൻഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് മോട്ടോർ വെർട്ടിക്കലി ബിലോ, വെർട്ടിക്കലിയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിഗർ. ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിൻ്റെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഷാഫ്റ്റിൻ്റെ ഒരു പോയിന്റിൽ നിന്നും 400 mm മാറിയിട്ട് ഒരു പുള്ളി ഉണ്ട്. ആ പുള്ളിയുടെ 1.5 meter ഡയമീറ്ററാണ്. ആ പുള്ളിയുടെ കൂടെ പോകുന്ന ബെൽറ്റിൻ്റെ ടെൻഷൻ 5.4ഉം 1.8ഉം ആണ്. അങ്ങനെയാണ് ഈ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. മാക്സിമം സ്ട്രെസ് 42 MPa എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റിൻ്റെ കേസസ് വരുമ്പം എന്താണ്, ബെൽറ്റ് ഡ്രൈവ് ഉള്ള കേസസ് വരുമ്പം നമ്മൾ ടി കണ്ടുപിടിക്കുന്നത്. മുമ്പേ നമ്മൾ പവർ P ഈസ് ഈക്വൽ ടു 2π/NT/60 എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ടി അങ്ങ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ടിയും എമ്മും കണ്ടുപിടിക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണല്ലോ നമ്മുടെ മെത്തേഡ്. അപ്പോൾ 2π/NT/60 ടി ഇങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്ത് പറ്റില്ല, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അന്നേരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. T ഈസ് ഈക്വൽ ടു ടെൻഷൻ T ഈസ് ഈക്വൽ ടു ടോർക്ക് T ഈസ് ഈക്വൽ ടു ടെൻഷൻസിൻ്റെ ഡിഫറൻസ്, മാക്സിമം ടെൻഷൻ മൈനസ് മിനിമം ടെൻഷൻ. ആ ബെൽറ്റിൻ്റെ ടെൻഷൻസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 5.4ഉം 1.8ഉം. ആ ടെൻഷൻസിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിനെ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിൻ്റെ റേഡിയസ്, ഇവിടെ രണ്ട് റേഡിയസുകളുണ്ട്. ഷാഫ്റ്റിൻ്റെ റേഡിയസും വരുന്നുണ്ട്, പുള്ളിയുടെ റേഡിയസ്. ഈ പുള്ളിയുടെ റേഡിയസ് കൊണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ 1.5 meter ആണ് അതിൻ്റെ ഡയമീറ്റർ, 1.5ൻ്റെ പകുതി. സോ 5.4 മൈനസ് 1.8 ഇൻറ്റു 1.5 മീറ്ററിൻ്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2700 kN എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. ടി കിട്ടി. ഇനി നെക്സ്റ്റ് വൺ എം കണ്ടുപിടിക്കാനാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു T1 + T2. ഈ രണ്ട് ടെൻഷനുകളുടെ സം എടുക്കുക. T1 + T2 എന്നുള്ള സം എടുക്കുക. അതിനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. T1 + T2 ഇൻറ്റു ഡിസ്റ്റൻസ്. സോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണിത്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ടോർക്ക് കണ്ടുപിടിക്കാൻ T1 - T2 ഇൻറ്റു പുള്ളിയുടെ റേഡിയസ്. എം കണ്ടുപിടിക്കാൻ T1 + T2 ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം പുള്ളിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക 400. സോ T1 5.4, T2 1.8 ഇൻറ്റു 400 ചെയ്തപ്പോൾ 2880 kN കിട്ടി. ടിയും കിട്ടി, എമ്മും കിട്ടി. ടിയും എമ്മും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റത്തിൻ്റെയോ ഈക്വലൻ്റ് ടെസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെയോ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. √m² + t² = TE. അപ്പോൾ √m² + t² TE ആണ്. ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് π/60 ടോ ഡി ക്യൂബ് ആണ്. ആ ഡി ക്യൂബിൻ്റെ അകത്ത് ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക. ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിട്ട് കഴിയുമ്പം ഡി ക്യൂബിൻ്റെ ആൻസർ കിട്ടും. ആ കിട്ടുന്ന ഡി ക്യൂബിൻ്റെ (1/3) എടുത്തു കഴിഞ്ഞാൽ ഡി കിട്ടും. സോ ആൻസർ 78 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ പറയുന്ന വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അൺനോൺ ആയിട്ട് വരുന്ന ഡി ക്യൂ ആയിരിക്കും. ഡി ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ഡി കിട്ടും. നെക്സ്റ്റ് ഇതൊരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ ഷാഫ്റ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ 2 bearings placed one
meter apart and 600 meter diameter pulley is mounted at a distance of 300 mm to the right of left hand bearing, and this drives a pulley directly below it with the help of belt having maximum tension 2.5. Another pulley 400 diameter is placed 200 mm to the left of right hand bearing and is driven with the help of electric motor. തൽക്കാലം അവിടെ വരെ വായിച്ച് നിർത്താം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഷാഫ്റ്റ് ഉണ്ട്, 1 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഷാഫ്റ്റാണ്. 600 mm ഡയമീറ്ററുള്ള പുള്ളി അതിൽ വെച്ചിട്ടുണ്ട്. അത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 300 ടു ദ റൈറ്റ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ബിയറിംഗ്. ഇതായിരിക്കും പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിംപിളി സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൻ്റെ റൈറ്റ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ബിയറിംഗ്, എ ആണ് ലെഫ്റ്റിലത്തെ ബിയറിങ്, റൈറ്റിലത്തെ ബിയറിങ് ബി ആണ്. എയിൽ നിന്നും റൈറ്റിലേക്ക് 300 mm മാറി 0.3 മീറ്റർ മാറിയിട്ട് ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ അല്ലെങ്കിൽ 600 mm ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Apart 600 mm diameter pulley is mounted at a distance of 300 to the right of the left bearing. അതിൻ്റെ ടെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2.25 kN എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാക്സിമം ടെൻഷൻ 2.25 kN. അപ്പോൾ ഇവിടുത്തെ രണ്ട് ടെൻഷൻസ് നമുക്ക് എന്തിനാ എടുക്കാം? സി എന്ന് പറയുന്ന ആ പുള്ളി, ഈ സി എന്ന് പറയുന്ന ആ ഒരു പുള്ളി മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പം സി എന്ന് പറയുന്ന ഈ പുള്ളിയുടെ ടെൻഷൻസ് ഏതൊക്കെയാണ്? T1ഉം T2 ആണ് സി എന്ന് പറയുന്ന പുള്ളിയുടെ ടെൻഷൻസ്. T1 തന്നിട്ടുണ്ട്. എത്രയാണ്? 2.25 kN എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ പറയുന്ന T1 ആണ്. നെക്സ്റ്റ് വൺ, a 400 mm diameter pulley is placed 200 mm to the left of right hand bearing. റൈറ്റ് ഹാൻഡ് ബിയറിങ്ങിൽ നിന്നും 200 mm മാറിയിട്ട് റൈറ്റ് ഹാൻഡ് ബിയറിങ്ങിൽ നിന്നും 200 mm ലെഫ്റ്റിലേക്ക് മാറിയിട്ട് 400 mm ഡയമീറ്ററുള്ള വേറൊരു പുള്ളി, അതാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത് പുള്ളി. വിച്ച് ഈസ് ഡ്രിവൺ ബൈ ഇലക്ട്രിക് മോട്ടർ ആൻഡ് ബെൽറ്റ് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ വെർട്ടിക്കലിയാണ് ലോഡ് പോകുന്നത്. ഫസ്റ്റിലത്തത് വെർട്ടിക്കലി ആയിരുന്നു, സെക്കൻഡ് വൺ ഹൊറിസോണ്ടലി ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ടെൻഷൻ ഒരെണ്ണത്തിൻ്റെ ഫസ്റ്റിലത്തത് സിക്ക് എന്താണ്? വെർട്ടിക്കലിയാണ്. ഡി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ ടെൻഷൻസ് T3 T4 ആയിരിക്കും. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫോർ ബോത്ത് പുള്ളി ഈസ് 180 degree ആൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.24. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ മ്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആംഗിളിനെ ഓഫ് കോണ്ടാക്റ്റിനെ തീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ കണ്ടാൽ അത് തീറ്റയാണെന്ന് മനസ്സിലാക്കിക്കോണം. അതിൻ്റെ ഡിഗ്രിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാവുള്ളൂ. തീറ്റ ഡിഗ്രി തരുന്നുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. ഡിറ്റർമിൻ ദ സ്യൂട്ടബിൾ ഡയമീറ്റർ ആൻഡ് അലവബിൾ വർക്കിംഗ് സ്ട്രെസ് ഓഫ് 63 MPa സ്ട്രെസ് തന്നിട്ടുണ്ട് ഇൻ ടെൻഷൻ ആൻഡ് 42 MPa ഇൻ ഷിയർ ഫോർ മെറ്റീരിയൽ ഓഫ് ഷാഫ്റ്റ്. അസ്യൂം ടോർക്ക് ഓൺ ബോത്ത് പുള്ളീസ് ആർ സെയിം. രണ്ട് പുള്ളിയിലെ സ്ട്രെസ്സസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് അസ്യൂം ടോർക്ക് ഓൺ ബോത്ത് പുള്ളീസ് ആർ സെയിം. ടോർക്ക് ഓൺ ബോത്ത് പുള്ളീസ് ആർ സെയിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ഇതിൻ്റെ റേഷ്യോ എന്താണ്? T1/T2 എന്ന് പറയുന്ന റേഷ്യോ ഈസ് ഈക്വൽ ടു T3/T4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ബോത്ത് ടെൻഷൻസ് ആർ ഈക്വൽ അല്ലെങ്കിൽ ബോത്ത് ടോർക്ക് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ തൽക്കാലം വായിച്ച് നിർത്തി. ക്വസ്റ്റ്യൻ വായിച്ച് നിർത്തിയതിന് ശേഷം നമുക്ക് ഈ ബെൽറ്റിൻ്റെ പ്രോബ്ലത്തിൽ തന്നെ നമുക്കൊരു ഇക്വേഷനിലേക്ക് എഴുതാം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. T1/T2 എന്ന് പറഞ്ഞാൽ ടൈറ്റ് സൈഡ് ടെൻഷൻ അല്ലെങ്കിൽ T3/T4 എന്ന് എഴുതാം. ടൈറ്റ് സൈഡ് ടെൻഷൻ ഈസ് ഈക്വൽ ടു slack side T1/T2 is equal to E raised to mu theta. T1/T2 is equal to E raised to mu theta എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ എഴുതി വെച്ചോണം. T1/T2 is equal to E raised to mu theta. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മ്യൂവിൻ്റെ വാല്യൂ അറിയാം. തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.24 തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യാം? 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻസ് ആണ്. പൈ റേഡിയൻ ആണ്. അപ്പോൾ 180 നമുക്ക് പൈ എന്ന് തന്നെ എഴുതാം. അതിൻ്റെ E raised to എടുത്തു കഴിഞ്ഞാൽ T1/T2 എന്ന് നമുക്ക് കിട്ടും.
ഇതൊരു ഇക്വേഷനാണ്. ഇതിനെ എന്ത് ചെയ്യാം, നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ മാറ്റി എഴുതാം. e⁻² മാറ്റി എഴുതുമ്പം എന്തായിട്ട് മാറും, 2.3 log T1/T2 = μθ എന്ന് എഴുതാം. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിലേഷൻ ഓർത്ത് വെക്കുക, T1/T2 = e⁻μθ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ 2.3 log T1/T2 = μθ എന്ന് എഴുതി വെക്കുക. അപ്പം T1/T2 നമുക്കൊരു വാല്യൂ കിട്ടും. കാരണം എന്താണ്, നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ അറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം, 2.3 log അറിയാം. T1/T2 കിട്ടുന്ന ആൻസറിൻ്റെ ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ T1/T2 എന്ന് കിട്ടും. സോ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ്, ഒരു ക്വസ്റ്റ്യനിൽ 2.25 എന്ന് തന്നിട്ടുണ്ട്. എന്തിൻ്റെ വാല്യൂ, T1ൻ്റെ വാല്യൂ നമുക്ക് 2.25 kN അല്ലെങ്കിൽ 2250 നമുക്ക് എഴുതാം. T1 = 2250 അല്ലേ, 2.25 kN തന്നിട്ടുണ്ട്. സോ T1 നമുക്കറിയാമെങ്കിൽ T1/T2 നമുക്ക് കിട്ടുന്ന റേഷ്യോ, T1/T2 നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമല്ലോ. ഇതിൻ്റെ അകത്ത് T1/T2 മാത്രം ഒരു സൈഡിലിട്ടിട്ട് ബാക്കിയുള്ളതിനെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ T1/T2 = 2.127 എന്നൊരു ആൻസർ കിട്ടും. T1/T2ൻ്റെ അകത്ത് T1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം, എത്രയാണ്, 2.25 × 10⁻³ ആണ്. സോ T1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അകത്തുനിന്ന് T2 കിട്ടും. സോ T2 = 1058 N എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് T1 കിട്ടി, T2 കിട്ടി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ടോർക്ക് T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടോർക്ക് T = എന്താണ്, ടെൻഷൻസിൻ്റെ ഡിഫറൻസ് ഇൻറ്റു പുള്ളിയുടെ ഡയമീറ്റർ ബൈ 2 അല്ലെങ്കിൽ പുള്ളിയുടെ റേഡിയസ്, T1 - T2 × d/2. T1 2.25 × 10⁻³ T2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ചു 1058 ആണെന്നറിയാം. റേഡിയസ് ടോട്ടൽ ഡയമീറ്റർ 0.6 മീറ്റർ ആയിരുന്നു. അപ്പം 600 mm, അതിൻ്റെ പകുതി 300 mm എന്ന് കിട്ടി. സോ ആൻസർ എന്തായിരിക്കും, ഇതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് ആൻസർ കിട്ടും 357.6 Nm എന്ന് കിട്ടും. 357.6 Nm ആണ് നമ്മുടെ T. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം, 357.6 മീറ്റർ ആണ് നമ്മുടെ T. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, T3യും T4 കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഒരു ഇക്വേഷനൊക്കെ എഴുതാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ ടെൻഷൻസ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് ഓൺ ബോത്ത് പുള്ളീസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടീഷൻ. സോ T1/T2 = T3/T4 എന്നുള്ള കണ്ടീഷൻ നമുക്ക് എഴുതാം. നമുക്ക് T1 എന്താണെന്ന് നമുക്കറിയാം, T2 എന്താണെന്ന് അറിയാം. സോ T3/T4 എന്നുള്ളൊരു ഇക്വേഷന് ഒരു വാല്യൂ നമുക്ക് കിട്ടും. T3/T4 = എന്തായിരിക്കും, ഈ പറയുന്ന 2.128 എന്ന് കിട്ടി. T3/T4 2.128 കിട്ടി. ടോർക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് ടോർക്കിനെ എങ്ങനെ എഴുതാം, ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ടൈറ്റ് സൈഡ് ടെൻഷൻ മൈനസ് സ്ലാക്ക് സൈഡ് ടെൻഷൻ ഇൻറ്റു റേഡിയസ്. നമ്മൾ ആദ്യം ഇപ്പം എഴുതിയത് എന്താണ്, നമ്മുടെ ഈ കേസാണ് ടൈറ്റ്സ് T = T1 - T2 ഇൻറ്റു റേഡിയസ്. എന്തിൻ്റെ റേഡിയസ്, റേഡിയസ് ഓഫ് സി ആണ് അല്ലേ, T1 × T2 റേഡിയസ് ഓഫ് സി ആണ്. അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും T = T3 - T4 ഇൻറ്റു റേഡിയസ് ഓഫ് ഡി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ആദ്യത്തെ സി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഡി ആണ്. T3 - T4 ഇൻറ്റു റേഡിയസ് ഓഫ് ഡി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനാണ് ഏതാണ്ട് ഇവരിവിടെ എഴുതിയിട്ടുള്ളത്. T3 - T4 ഇൻറ്റു റേഡിയസ് ഓഫ് ഡി എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ T3 എന്താണ്, നമുക്ക് T3/T4 എന്ന് പറഞ്ഞാൽ 2.128 എന്നാണ് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് T3 മാത്രം എടുത്താൽ T3 = 2.128 T4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ T3ക്ക് വരെ എന്ത് ചെയ്തു, 2.128 T4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T3 - T4ൻ്റെ അവിടെ T4നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റേഡിയസ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ 0.2 ആണ്. സോ T3 - T4 ഇൻറ്റു റേഡിയസ് ഓഫ് ടി ചെയ്യുമ്പോൾ 357.6 കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് എല്ലാം എന്താണ്, എല്ലാം ഇൻ ടേംസ് ഓഫ് T4ലാണ് കിടക്കുന്നത്. അൺനോൺ ടൈം T4 മാത്രമേ ഉള്ളൂ. സോ T4ൻ്റെ വാല്യൂ 1585 എന്ന് കിട്ടും. 1585 കിട്ടി. T4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി T3 കിട്ടും. കാരണം എന്താണ്, T3/T4 = 2.18 ആണെന്നറിയാം. അതിനെ 2.18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് T3 കിട്ടും. സോ T3യുടെ വാല്യൂ എത്ര ആയിരിക്കും, 3373 എന്ന് കിട്ടും. 3373 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4 ടെൻഷൻസിൻ്റെ വാല്യൂ കിട്ടി. T1 കിട്ടി, T2 കിട്ടി, T3 കിട്ടി, T4 കിട്ടി. ഇതിൽ 2 ടെൻഷൻസ് വെർട്ടിക്കലിയാണ്. T1ഉം T2 ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലിയാണ്. T3യും T4ഉം ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലിയുമാണ്. അപ്പം വെർട്ടിക്കൽ ലോഡുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തൊക്കെയായിരിക്കും, വെർട്ടിക്കൽ ലോഡുകൾ എന്ന് പറഞ്ഞാൽ T1ൻ്റെയും T2ൻ്റെയും സം ആയിരിക്കും. സോ T1 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. T1 കണ്ടുപിടിച്ചത് എത്ര നമുക്ക് കിട്ടിയത്, T1 കിട്ടിയിരുന്നു 2215 കിട്ടി. T2 എന്ന് പറയുന്നത് 1058 കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 3308 എന്ന് കിട്ടും. T1 +
T2. ഇതാണ് വെർട്ടിക്കൽ ലോഡും ഹൊറിസോണ്ടൽ ലോഡും. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ സിയിൽ ആക്ട് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ലോഡുകൾ. ഈ വെർട്ടിക്കൽ ലോഡുകൾ നമ്മൾ ഫിഗർ ഒന്നും കൂടെ എടുക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് സിയിലും ഡിയിലും നമുക്കറിയാം. സിയിൽ എന്താണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും സിയിലെ വെർട്ടിക്കൽ ലോഡ്. അപ്പം സിയിൽ ഹൊറിസോണ്ടൽ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സിയിൽ ഹൊറിസോണ്ടൽ ലോഡ് 0 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഡിയുടെ കേസിലേക്ക് എത്തുമ്പോൾ T3 + T4 ചെയ്ത് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലോഡായിരിക്കും. ഡിയുടെ കേസിൽ വെർട്ടിക്കൽ ലോഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി ഇത് നോക്കിയാൽ മനസ്സിലാവും. സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്ന രണ്ട് പുള്ളിയുടെ ഡ്രൈവ്സുകളാണ്. അതിൽ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഡ്രൈവ് സി ആണ്. സിയിലെ ലോഡുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് വെർട്ടിക്കൽ ലോഡായിരിക്കും. ഓക്കെ, അപ്പോൾ സിയിൽ ഹൊറിസോണ്ടലി ലോഡുകൾ ഇല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ ലോഡ് 0 ആയിരിക്കും. ഇനി ഡി എടുത്തു കഴിഞ്ഞാൽ ഡിയിലുള്ള ലോഡ് രണ്ടും ഹൊറിസോണ്ടലാണ്. സോ അത് രണ്ട് സം എടുത്താൽ കിട്ടുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലോഡായിരിക്കും. ഡിയുടെ കേസിൽ വെർട്ടിക്കൽ ലോഡ് 0 ആയിരിക്കും. അപ്പോൾ അത്രയും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ലോഡ് അറ്റ് സി. നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക. എന്താണ് ഇതിൻ്റെ അകത്ത് പോയിന്റുകൾ? നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ ആയിരുന്നു, ഈ പോയിന്റ് ബി ആയിരുന്നു, അടുത്ത ഈ പോയിന്റ് സി, ഇത് ഡി. അപ്പം 3308 എന്ന് പറഞ്ഞാൽ എന്താണ്? T1 + T2. T1 + T2 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ, നമ്മളിപ്പോൾ വരയ്ക്കുന്നത് വെർട്ടിക്കൽ ലോഡാണ്. എന്താണ് വെർട്ടിക്കൽ ലോഡിൻ്റെ കിട്ടി. എന്താണ് വെർട്ടിക്കൽ ലോഡ് 3308 കിട്ടി. അടുത്ത വെർട്ടിക്കൽ ലോഡ് ഒറ്റ ഡി എന്തായിരിക്കും? വെർട്ടിക്കൽ ലോഡ് ഒറ്റ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഹൊറിസോണ്ടൽ ലോഡിൻ്റെ ഫിഗർ വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ലോഡിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതേപോലെ ABCD വരയ്ക്കുന്നു. ABCD വരച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഈ നമ്മുടെ ഹൊറിസോണ്ടൽ ലോഡ്, സിയിലെ ഹൊറിസോണ്ടൽ ലോഡ് എന്തായിരിക്കും? സിയിലെ ഹൊറിസോണ്ടൽ ലോഡ് 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ ലോഡ് അറ്റ് സി 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ ലോഡ് അറ്റ് ഡി കണ്ടുപിടിക്കാൻ T3 + T4 ആഡ് ചെയ്യുമ്പോൾ 4958 എന്ന് പറയുന്നത് എന്തായിരിക്കും? സിയിലെ ഹൊറിസോണ്ടൽ ഡിയിലെ ഹൊറിസോണ്ടൽ ലോഡായിരിക്കും. ഇത് ഡി ആണ്, ഡിയിലെ ഹൊറിസോണ്ടൽ ലോഡായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലോഡിൻ്റെയും ഹൊറിസോണ്ടൽ ലോഡിൻ്റെയും ഡയഗ്രംസ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ലോഡിൻ്റെ ഡയഗ്രാം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ലോഡിൻ്റെ ഡയഗ്രമാണ്. ഈ എ ബി എന്ന് പറയുന്ന പോയിന്റുകൾ വെർട്ടിക്കൽ ആയതുകൊണ്ടാണ് വി എന്ന് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. RAV, RBV. അതേപോലെ സിയിൽ എന്താണ്? RC 3308 നമുക്ക് കിട്ടി. RD എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ലോഡിൻ്റെ ഡയഗ്രാം നമ്മൾ എടുത്തു. ആദ്യം വെർട്ടിക്കൽ ലോഡിൻ്റെ ഡയഗ്രാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് റിയാക്ഷൻസ് RAയും RBയും കണ്ടുപിടിക്കണം. ഓക്കെ, വെർട്ടിക്കൽ ലോഡിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ജസ്റ്റ് എന്ത് ചെയ്യാം? അപ്വേർഡ് ഫോഴ്സ് = ഡൗൺവേർഡ് ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൊമെൻ്റ് അറ്റ് എ എടുത്തിരിക്കുന്നത്. എബൌട്ട് എയിലുള്ള മൊമെൻ്റ് എടുത്തു. എബൌട്ട് എയിലെ മൊമെൻ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും മൊമെൻ്റ്? ഇവിടെ ഒന്ന് ഇതാണ്, ദിസ് RC ഇൻറ്റു ഡിസ്റ്റൻസ്. എത്രയാണ്? RC ഇൻറ്റു ഇവിടെ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് ഇത് 0.3 ആണ്, ഇത് 0.2 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 1 മീറ്ററുമാണ്. അപ്പോൾ RC ഇൻറ്റു 0.3 അത് ക്ലോക്ക് വൈസ് മൈനസ് എന്താണ് നെക്സ്റ്റ് RBV ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ. RBV ഇൻറ്റു 1 മീറ്റർ എന്ന് നമ്മൾ വേറെ ഫോഴ്സസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ RC ഇൻറ്റു 0.3 മൈനസ് RBV ഇൻറ്റു 1 = 0. അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്തുനിന്ന് 0.3 RC = RB, അല്ലെങ്കിൽ RCയുടെ വാല്യൂ നമുക്കറിയാം എത്ര? 3308. സോ 0.3 ഇൻറ്റു 3308 RB. RB = 0.9924. RBയുടെ വാല്യൂ 0.9924 കിട്ടി. അല്ലെങ്കിൽ 992.2 അല്ല 992.4 ന്യൂട്ടൺ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്താണ്? RA + RB = അല്ലേ ഡൗൺവേർഡ് ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സുകളായിട്ടുള്ള RA + RB = ഡൗൺവേർഡ് ഉള്ള 3308. അപ്പോൾ 3308 ഇനി 992 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? RA വെർട്ടിക്കലിൻ്റെ ആൻസറും കിട്ടും. അപ്പോൾ RAയിലുള്ള വെർട്ടിക്കൽ ഫോഴ്സും RBയിലുള്ള വെർട്ടിക്കൽ ഫോഴ്സും നമുക്ക് കിട്ടി. RAയിലെ വെർട്ടിക്കൽ ഫോഴ്സ് എത്രയാണ് നമുക്കിവിടെ കിട്ടിയത്? RBയിലത് 992, RA എന്ന് പറഞ്ഞാൽ 3308 മൈനസ് 992, ദാറ്റ് മീൻസ് 2315.6 എന്ന് കിട്ടും. 2315.6 എന്ന് കിട്ടും ആൻസർ. 2315.6 എന്നാണ്. 2.31 ഇത് കിലോ ന്യൂട്ടണിലാണ്, ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 2315.6 എന്ന് കിട്ടും.
നമുക്കപ്പം ഈ രണ്ടിടത്തെ റിയാക്ഷൻ ഫോഴ്സുകൾ നമുക്ക് 3 കിട്ടി. സിയിലെ കിട്ടി, എയിലെ കിട്ടി, പിയിലെ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ്. നമുക്ക് ആ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എം ആണ് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമുക്കിനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡിയും കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുന്ന എവിടെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എടുക്കുക. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എടുക്കുമ്പോൾ സിയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കിയാൽ മതി. നിങ്ങളൊന്നെങ്കിൽ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എടുക്കുമ്പം സിയുടെ റൈറ്റിലും ലെഫ്റ്റിലും കുറച്ച് ഫോഴ്സസ് വരുന്ന ഏതാ? റൈറ്റിൽ 2 ഫോഴ്സ് ഉണ്ട്, ലെഫ്റ്റിൽ 1 ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പം സി ഇൻറ്റു, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് ബെൻഡിങ് മൊമെൻറ്റ് SFT BMDയുടെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ വർഷം MOSലൊക്കെ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഫോഴ്സ് ഇതിൻ്റെ മൊമെൻറ്റ് എടുക്കുന്ന സമയത്ത് എബൌട്ട് സി ആണ് മൊമെൻറ്റ് എടുക്കേണ്ടത് ഇപ്പം. അപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുക, കുറവ് ഫോഴ്സ് ഉള്ള സൈഡ് ഏതാണ് ആ സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ സിയിലെ മൊമെൻറ്റ് എടുക്കുമ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് ഏതാ? ഈ ഒരു ഫോഴ്സേ ഉള്ളൂ. ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് RA വെർട്ടിക്കൽ ഇൻറ്റു ഡിസ്റ്റൻസ് 0.3. RA വെർട്ടിക്കൽ ഇൻറ്റു 0.3. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഈക്വൽ ടു RA ഇൻറ്റു 0.3. RAയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ 694.68 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 694.68 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ആണ്. ഡിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുമ്പോൾ ഡിയുടെ ലെഫ്റ്റും റൈറ്റും നോക്കുക. ലെഫ്റ്റ് സൈഡിൽ 2 ഫോഴ്സസ് ഉണ്ട്, സിയും ഉണ്ട്, എയും ഉണ്ട്. റൈറ്റ് സൈഡിൽ ബി മാത്രമേ ഉള്ളൂ. സോ ബി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു RB വെർട്ടിക്കൽ ഇൻറ്റു അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് RB ഇൻറ്റു 0.2. ഈ ഡിസ്റ്റൻസ് 0.2 ആണ്. സോ 992.4 ഇൻറ്റു 0.2 ആൻസർ 1984 എന്ന് കിട്ടും. 0.1994 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 198.4 ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഈ പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡിയും നമുക്ക് കിട്ടി വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിൽ നിന്ന്. ഇനി ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രം കൂടെ എടുക്കുക. ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രത്തിൽ നിന്നും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുക. എന്താണ്? RA ഹൊറിസോണ്ടൽ, RB ഹൊറിസോണ്ടൽ. ഇവിടുത്തെ ആൻസർ 4964, ഇവിടുത്തെ ആൻസർ 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അറ്റ് RA പ്ലസ് RB ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? RA പ്ലസ് RB വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സസ്. RA പ്ലസ് RB ഈസ് ഈക്വൽ ടു 4964 എന്ന് കിട്ടി. RA പ്ലസ് RB 4964 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക. എബൌട്ട് എയിലെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക. എബൌട്ട് എ എന്ന് പറയുമ്പോൾ 4964 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇത് എത്രയാണ്? 0.3, 0.5, 0.2 ഇങ്ങനല്ലേ? അപ്പോൾ 0.5 പ്ലസ് 0.3 0.8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു, ഒന്നെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. 6 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു RB ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? RBയുടെ വാല്യൂ കിട്ടും. ഇവരിവിടെ എടുത്തേക്കുന്നത് തിരിച്ചാണ്. ഓക്കെ, എബൌട്ട് RBയിലുള്ള മൊമെൻ്റാണ് അവർ എടുത്തിരിക്കുന്നത്. സോ 4964 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 0.2 RD ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു ഇവിടെ നിന്നുള്ള മൊമെൻറ്റ് 6 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 1, 6 ഇൻറ്റു 1. സോ അതിൻ്റെ അകത്ത് RDയുടെ വാല്യൂ നമുക്കറിയാം. 4964 ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു 6. അതിൻ്റെ അകത്ത് 6യുടെ വാല്യൂ 991.6 എന്ന് കിട്ടും. 991.6 കിട്ടിയാൽ 4964 മൈനസ് 991.6 ചെയ്താൽ മതി. 6Bയും കിട്ടും. സോ RAയും എന്ത് കിട്ടി? RBയും കിട്ടി. RAയും കിട്ടിക്കഴിഞ്ഞാൽ RAയ്ക്കും RBയ്ക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി മൊമെൻ്റ് എടുക്കുക. ഇപ്പം നമ്മൾ മൊമെൻ്റ് എടുത്തിട്ടില്ല. സോ മൊമെൻ്റ് അബൌട്ട് എന്താണ് എടുക്കുന്നത്? മൊമെൻ്റ് അബൌട്ട് സിയും മൊമെൻ്റ് അബൌട്ട് ഡിയും എടുക്കണം. സോ ആദ്യം മൊമെൻ്റ് അബൌട്ട് സി എടുക്കുക. മൊമെൻ്റ് അബൌട്ട് സി എടുക്കുമ്പോൾ എന്തായിരിക്കും? മൊമെൻ്റ് അബൌട്ട് സി എന്ന് പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും നോക്കുക. റൈറ്റ് 2 ഫോഴ്സ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മൊമെൻ്റ് അബൌട്ട് സി ഈസ് ഈക്വൽ ടു RA ഇൻറ്റു ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് RA ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ ആൻസർ 297.48 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ മൊമെൻ്റ് അബൌട്ട് ഡി എടുക്കുക. മൊമെൻ്റ് അബൌട്ട് ഡി എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ 2 ഫോഴ്സസ്, റൈറ്റിൽ 1 ഫോഴ്സ്. സോ റൈറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ റൈറ്റിലത്ത് RB ഇൻറ്റു ഡിസ്റ്റൻസ് 0.2, RB ഇൻറ്റു ഡിസ്റ്റൻസ് 0.2 ആൻസർ 793 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് 2 ബെൻഡിങ് മൊമെൻറ്റുകളും കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ബെൻഡിങ് മൊമെൻറ്റുകൾ ഓരോന്ന് നമ്മളൊന്ന് എടുത്ത് നോക്കുക.
വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒക്കെ ഉള്ള ബെൻഡിങ് മൊമെൻറ്റുകൾ. ഒന്ന് സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? 694. ഡിയിലുള്ളത് 198. അതേപോലെ ഇവിടെ വരുമ്പം 793-ഉം 297 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് റിസൾട്ടൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് പോകണം. റിസൾട്ടൻ്റ് എടുക്കുന്നത് മൊമെൻ്റ് അറ്റ് സിയും മൊമെൻ്റ് അറ്റ് ഡിയും. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും എന്താണ് മൊമെൻ്റ് അറ്റ് സിയിൽ ഒരു വാല്യൂ കിട്ടി, ഡിയിൽ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ മൊമെൻ്റ് അറ്റ് സിയിൽ നമുക്ക് പിന്നെ ഒരു വാല്യൂ കിട്ടി, മൊമെൻ്റ് അറ്റ് ഡിയിൽ ഒരു വാല്യൂ കിട്ടി. എന്ന് കഴിഞ്ഞാൽ സിയിൽ നമുക്ക് 2 മൊമെൻ്റ് വാല്യൂസ് കിട്ടി, ഡിയിൽ നമുക്ക് എന്ത് കിട്ടി? അതേപോലെ 2 മൊമെൻ്റ് വാല്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് മൊമെൻ്റ് അറ്റ് ഡിയും റിസൾട്ടൻ്റ് മൊമെൻ്റ് അറ്റ് സിയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് മൊമെൻ്റ് അറ്റ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൊമെൻ്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെർട്ടിക്കൽ മൊമെൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ മൊമെൻറ്റിൻ്റെ സ്ക്വയർ. എവിടത്തെ? സിയിലുള്ള വെർട്ടിക്കൽ മൊമെൻറ്റിൻ്റെ സ്ക്വയറും സിയിലുള്ള ഹൊറിസോണ്ടൽ മൊമെൻറ്റിൻ്റെ സ്ക്വയറും കൂടെ എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അതേപോലെ മൊമെൻ്റ് അറ്റ് ഡി കണ്ടുപിടിക്കാനായിട്ട് വെർട്ടിക്കൽ മൊമെൻ്റ് അറ്റ് ഡി സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ മൊമെൻ്റ് അറ്റ് ഡി സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി, ഡിയിലുള്ള ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ 4 നമുക്ക് കിട്ടി. അപ്പോൾ വെർട്ടിക്കൽ സിയിലെ വെർട്ടിക്കലിൻ്റെയും സിയിലെ ഹൊറിസോണ്ടലിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. ആൻസർ 756.2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് അറ്റ് സി എത്ര ആയിരിക്കും? 756 ആയിരിക്കും. അതേപോലെ തന്നെ ഡിയിലെ ഹൊറിസോണ്ടലിൻ്റെയും ഡിയിലെ വെർട്ടിക്കലിൻ്റെയും സ്ക്വയർ എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. ഡിയിലുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 821 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ആൻസർ 821-ഉം 756-ഉം കിട്ടി. മൊമെൻ്റ് അറ്റ് സിയും മൊമെൻ്റ് അറ്റ് ഡിയും കിട്ടി. ഈ മൊമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? നമുക്കിതിൻ്റെ അകത്ത് ലാർജർ മൊമെൻ്റ് ഏതാണോ അതായിരിക്കും എം എന്ന് പറയുന്നത്. സോ 821 ആയിരിക്കും എന്ത്? നമ്മളുടെ എം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടി കിട്ടി. ആദ്യമേ ടി കിട്ടിയിരുന്നു, ഇപ്പം ടി കിട്ടിയിരുന്നു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എമ്മും കിട്ടി. ഓക്കെ, ഈ എം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര? ഈ എം ആണ് ഈ പറയുന്ന 821. അപ്പോൾ ആ എമ്മിന് 821 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടിയുടെ വാല്യൂ 357 നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ബൈക്കിലേക്ക് പോയി നോക്കിയാൽ കാണാം ടി എന്താണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ടി ഈസ് ഈക്വൽ ടു അവിടെ ഒരു വാല്യൂ നമ്മൾ ടിക്ക് ആദ്യമേ ഇതല്ല ടിയുടെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എത്രയാണ്? 357.6 എന്നുള്ളൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. സോ ആ വാല്യൂ എന്ത് ചെയ്യുക? നമ്മൾ ടിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 357.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് ഈക്വൽ ടു π/60 ടോ ഡി ക്യൂബ് ആണ്. അതിൻ്റെ അകത്ത് ഡി ക്യൂബ് മാത്രം അൺനോൺ വാല്യൂ ആയിരിക്കും. ആ ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക. അപ്പോൾ ഡി ക്യൂബിന് ഒരു ആൻസർ കിട്ടും. അതിൻ്റെ ഹോൾ റേസ്റ്റ് 1/3 ചെയ്യുമ്പോൾ ഡി കിട്ടും. സോ 47.7 ആയിരിക്കും ഡി കിട്ടുന്നത്. ഇതെന്താണ്? ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റിൻ്റെ ഇക്വേഷൻ വെച്ച്. അതേപോലെ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എം ഈസ് ഈക്വൽ ടു ഹാഫ് എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് π/32 സിഗ്മ ഡി ക്യൂബ്. നേരത്തെ π/60 ടോ ഡി ക്യൂബ് ആയിരുന്നെങ്കിൽ ഇവിടെ π/32 സിഗ്മ ഡി ക്യൂബ് എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സിഗ്മ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എമ്മും ടിയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ അകത്ത് ഈ ഡി ക്യൂബ് മാത്രം ഒരു സൈഡിലിടുക. ഡി ക്യൂബ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഡി ക്യൂബിന് ഒരു ആൻസർ കിട്ടും. ഡി ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ ഡി കിട്ടും. സോ ആൻസർ 51 എന്ന് കിട്ടി. സോ 2 ഡയമീറ്റർ കിട്ടി, 47.7-ഉം 51-ഉം. ഇതിൻ്റെ അകത്ത് ലാർജർ വാല്യൂ ആണ് 51. സോ അവർ ഡയമീറ്റർ ഈസ് 51 ആയിരിക്കും. സോ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി പ്രോബ്ലമാണ്. കുറച്ച് ലെങ്തിയാണ്, എന്നാലും ഷുവറായിട്ട് ചോദിക്കും. ലെങ്തി ആണെങ്കിൽ പോലും നമുക്ക് അധികം കൺഫ്യൂഷൻസ് ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർ മെത്തേഡ് ഫോളോ ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇത്തരം പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാംസിലെല്ലാം ചോദിച്ചിട്ടുള്ള സിമിലർ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.